റിമി ടോമിയെ പോലൊക്കെ അങ്ങനത്തെ ഒരാൾ. റിമി ടോമിയോ എന്ന് ഞാൻ റിമി ടോമിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ റിമി ടോമി അതിൽ നായികയായി. അത് മഞ്ജു വാര്യരായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ജയറാമേട്ടനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്, ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ്. അരവിന്ദ് സ്വാമിയാണ് ആ ക്യാരക്ടർ ആ ചാൻസിൽ ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഞാനും ജയറാമേട്ടനും കൂടെ അരവിന്ദ് സ്വാമി പോയി കണ്ടു, കഥ പറഞ്ഞു, ഡീറ്റെയിൽ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം ഞാനും അരവിന്ദ് സ്വാമി മാത്രം പുള്ളിയുടെ വീട്ടിലൊരു ഫുൾ ഡേ ഇരുന്നു. ഞാൻ എത്ര ദിവസമായി വന്നിട്ട് ഡയറക്ടർ റൂമിൽ ഇതുവരെ വന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് ഇവിടെ വന്ന് താമസിക്കുന്നത്, എന്നെ എന്തിനാ അവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ പുള്ളി ബാദുഷയെ പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. ഒരാൾ എനിക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സാറാണ്, ഓമ്പര് സാറാണ്. ഞാൻ സാർ എന്താണ് ഭയങ്കര വെയിലത്ത് നിൽക്കുന്നല്ലോ, ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. കുറച്ച് വൈകിയെങ്കിലും ഒരു മലയാള സിനിമയിലേക്ക് വരും. അധികം വൈകിയില്ല, തൊട്ടടുത്ത വർഷം, കുറച്ച് തൊട്ടടുത്ത വർഷം തന്നെ, തിങ്കൾ മുതൽ വെള്ളി വരെ. അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന്. പിന്നെ എനിക്ക് ഈ സിനിമ ചെയ്യാതെ കുറേ ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ ഈ കുറച്ച് വർഷം 10 വർഷത്തോളം സീരിയലായി പോയി കഴിഞ്ഞു. അപ്പോൾ സിനിമ ചെയ്യാൻ വരുന്നിരുന്നിട്ട് അപ്പോൾ അതും ആൻഡ്രോ ജോസഫാണ് എൻ്റെ പ്രൊഡ്യൂസർ. അതും പെട്ടെന്നുണ്ടായൊരു പ്രോജക്റ്റാണ്. ആൻഡ്രോ ജോസഫ് വന്നിട്ട് പറയുന്നു ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം സീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സീരിയൽ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ജയറാമേട്ടൻ്റെ കഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. 3-4 ദിവസം കൊണ്ട് ഞാനും റൈറ്റർ ദിനേശ് പള്ളത്തും കൂടി സീരിയലിനകത്തെ കുറേ കാര്യങ്ങൾ മൊത്തം നമുക്കറിയാമല്ലോ. ആ സാധനം വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കുന്നു. ജയറാമേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ജയറാമേട്ടൻ ആ കഥ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ട് അത് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മലയാളത്തിലാണ് റിമി ടോമിയാണ്. അതെന്തായിരുന്നു ആ കാസ്റ്റിങ്ങിൻ്റെ ഒരു? റിമി ടോമിയെ പോലെയുള്ള ഒരാൾ വേണം എന്നുള്ളതാണ്. കാരണം അന്ന് റിമി ടോമി പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്യാരക്ടറിൻ്റെ ഒരു ഇതെടുത്തിരിക്കുന്ന റിമിയെ പോലെ എപ്പോൾ എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല. റിമി അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇത് സീരിയൽ ഇഷ്ടപ്പെട്ടു, സീരിയലിലെ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് ഒരു ഭയങ്കര ഫാൻ മനോഭാവത്തോടെ പ്രവർത്തിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണം എന്നുദ്ദേശിച്ചു. അപ്പോൾ ആദ്യം വേറൊരു വലിയ ആർട്ടിസ്റ്റിനെ വെച്ചാണ് അത് പ്ലാൻ ചെയ്തത്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. അത് മഞ്ജു വാര്യരായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിരുന്നത്. പിന്നെ ചില ഡേറ്റ് അത് കമ്മിറ്റ് ചെയ്താണ്. കഥയൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഞ്ജു ഭയങ്കരമായിട്ട് ചിരിച്ച് ആ ഒരു ഇതിലാണ്. ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അത് ഈ അവസാന നിമിഷം ഡേറ്റ് പ്രശ്നങ്ങൾ, സംഭവങ്ങൾ, ഈ പറഞ്ഞ ജയറാമേട്ടൻ്റെ ഡേറ്റ്, രണ്ടുപേരുടെ ഡേറ്റ്, അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ആയിട്ട് അത് നടന്നില്ല. എന്നിട്ടാണ് പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഈ പ്രോജക്റ്റ് നല്ലൊരു അതിന് പറ്റിയൊരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ ഈ ക്യാരക്ടർ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൻഡ്രോ ചേട്ടൻ്റെ അടുത്ത് വെച്ച് ഇതിപ്പോൾ നമുക്ക് ആരെ വെച്ച് ചെയ്യാം, ഇതിപ്പോൾ ഡേറ്റ് ഇനിയിപ്പം 20 ദിവസം കഴിഞ്ഞാൽ ജയറാമേട്ടൻ ഡേറ്റ് ആണല്ലോ, അത് കഴിഞ്ഞ് വേറെ പടമാണ്, ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് റിമി ടോമിയെ പോലൊക്കെ അങ്ങനത്തെ ഒരാൾ. റിമി ടോമിയോ എന്ന് ഞാൻ റിമി ടോമിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ റിമി ടോമി അതിൽ നായികയായി. റിമി ടോമിക്കൊന്നും ഒരു വിശ്വാസമില്ലാതെ വന്നിട്ട് ചേട്ടാ 2 ദിവസം കൊണ്ട് എന്നെ ശരിയായില്ലെങ്കിൽ ഞാൻ അഭിനയിച്ച് പുറത്താക്കിയെന്ന് പറയരുത്, എനിക്ക് മറ്റേ വിദേശ പ്രോഗ്രാം വന്നു, അത് കാരണം ഞാൻ പോയി എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ്. റിമി ഓക്കെയാണ്. ജയറാമേട്ടന് ആ സബ്ജക്റ്റ് അത്ര അത് ചെയ്യുന്നുണ്ട്. ജയറാമേട്ടനൊക്കെ പറഞ്ഞു. മഞ്ജു വാര്യർക്ക് പകരമാണ് ശരിക്കും റിമി വരുന്നത്. പറഞ്ഞ പോലെ ആ കാസ്റ്റിങ്ങിന്റെ കൗതുകം അതിനകത്തുണ്ട്. ശരിക്കും അതിലൊരു കൗതുകം ആ കാസ്റ്റിംഗ്, കാരണം അതൊരു വല്ലാതൊരു വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അല്ലേ? അതെ. പക്ഷേ ഇനിഷ്യല് ഭയങ്കര കളക്ഷൻ കിട്ടി ആ പടത്തിന്. ആദ്യത്തെ 2 ആഴ്ച വരെ തിയേറ്ററിൽ അത്ര. പിന്നീട് ഇപ്പോൾ കുറേ ഹേറ്റേഴ്സ്, റിമി ടോമി എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പടം വിജയകരമായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷൻ കിട്ടി. അന്ന് ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ, അന്ന് ലളിത ചേച്ചിയൊക്കെ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് കലാഭവനിൽ നമ്മൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ. താങ്കളുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞില്ല നായകനായിരിക്കുന്നത് ജയറാമാണ്. അത് ബിഗിനിങ് മുതൽ ആദ്യം തിങ്കൾ മുതൽ വെള്ളി വരെ, ആടുംപുലിയാട്ടം, സയൻസ്, പട്ടാഭിരാമനം. എന്തുകൊണ്ട് ജയറാമനെ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നുള്ളൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായി. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ ജയറാമേട്ടൻ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഞാനും ജയറാമേട്ടനും തമ്മിലൊരു മാനസിക ബന്ധം ഉണ്ടായി. മീൻസ് എൻ്റെ വ്യക്തിയെയും എൻ്റെ ടെക്നീഷ്യനെയും പുള്ളിക്ക് ഇഷ്ടമായി. അപ്പോൾ അത് ജയറാമേട്ടനായതുകൊണ്ട് ജയറാമേട്ടൻ അപ്പം നല്ല അടുപ്പമായി, നമ്മൾ എന്ത് കാര്യങ്ങളും സംസാരിക്കുന്ന ഇതായി. അപ്പോൾ ഈ
ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ഹൊറർ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് അപ്പോൾ സ്പോട്ടിൽ നമ്മൾ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ജയറാമേട്ടൻ ഹൊററൊക്കെ കണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഹൊററിന് പറ്റിയ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൊറർ സിനിമയാണ് ആദ്യം ചെയ്യാനിരുന്നത്. അത് വാമ്പയർ സബ്ജക്റ്റാണ്. അന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ വരെ ഉണ്ട്. അപ്പം ഞാൻ ആ ലൈറ്റപ്പ് ചെയ്യുന്ന ഗ്യാപ്പിൽ ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ് ആടുപുലിയാട്ടത്തിൻ്റെ കഥ. അങ്ങനെ അത് പറഞ്ഞു, അവിടെ വിട്ടു. അത് കഴിഞ്ഞ് ഈ തിങ്കൾ മുതൽ വെള്ളി വരെ റിലീസായി. പിന്നൊരു 2 മാസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആൻ്റെ ചേട്ടൻ എന്നെ വിളിക്കുന്നത്. എനിക്ക് ജയറാമിൻ്റെ അടുത്ത് ഏതോ ഹൊറർ കഥ പറഞ്ഞു, അത് ഗംഭീരമാണെന്ന് ജയറാമേട്ടൻ പറയുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ഇരുന്നാലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നീട് ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ചായൻസ് എന്ന് പറഞ്ഞ് സേതു ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സിംഗിൾ ഹീറോ പരിപാടിയൊന്നുമല്ല, ഒരു മൾട്ടി പരിപാടിയാണ്, കാരണം ആ കഥയൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് സേതുഭായി എൻ്റെ അടുത്ത് ആ കഥ പറയുന്നത്. ആ കഥ ഭയങ്കര ത്രില്ലർ മൂഡില്ല, ഞാൻ വേറൊരു ജോണറായതുകൊണ്ട് അങ്ങനെ അത് അങ്ങനെയാണ് അച്ചായൻസ് ഉണ്ടാകുന്നത്. അച്ചായൻസിൻ്റെ കഥ ജയറാമേട്ടൻ ഈ സേതു എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ചായൻസിൻ്റെ ലൊക്കേഷൻ വെച്ചാണ് പട്ടാഭിരാമിൻ്റെ കഥ ദിനേശ് പള്ളത്ത് വന്നിട്ട് ജയറാമേട്ടൻ്റെ അടുത്ത് പറയുന്നത്. അതൊരു കണ്ണിയാണ്. അതിങ്ങനെ ആ ഒരു ഇപ്പോൾ ഈ ജയറാമേട്ടന് പകരം അതിൽ വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ആയനെ. ഇപ്പോൾ ജയറാമേട്ടനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്. ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ്. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അതിന് മുമ്പുള്ള ഡിസ്കഷൻ എല്ലാം ഷൂട്ടിംഗ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മുതൽ ഡയറക്ടർക്ക് എന്താണോ ആവശ്യം അങ്ങനെ ഉള്ള. അതുപോലെ ഭയങ്കര ജയറാമേട്ടനെ കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ജയറാമേട്ടൻ തന്നെ രാവിലെ 8 മണിക്ക് ഷൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി 8 മണിക്ക് ലൊക്കേഷനുണ്ടാവും. ലേറ്റ് നൈറ്റ് പോകുന്ന സീൻ വായിക്കുമ്പോൾ പുള്ളിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പുള്ളി എനിക്ക് 7 മണിക്ക് പോകണോ 9 മണിക്ക് പോകണമെന്ന് പറയത്തില്ല. വളരെ കംഫർട്ടബിളായിട്ട് ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് ജയറാമേട്ടൻ. അങ്ങനെ ആ ഒരു സൗഹൃദത്തിൽ അങ്ങനെ സിനിമകൾ ഉണ്ടായി വന്നു. താങ്കളുടെ ഒരു കംഫർട്ട് ആർട്ടിസ്റ്റാണ് ശരിക്കും. അതെ, പക്ഷെ ഞാനങ്ങനെ ജയറാമേട്ടനെ വെച്ച് കണ്ടിന്യൂസ് പടം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതല്ല, അതങ്ങനെ വന്ന് ഭവിച്ചതാണ്. അതിൽ ആ സബ്ജക്റ്റ് അങ്ങനെ വന്നു, അതൊരു നമ്മളൊരു ടീം അങ്ങനെ ഒരു പ്രോജക്റ്റ് നടന്നു. ഈ ആടുംപുലിയാട്ടത്തിലെ വലിയ രസമുള്ള ഓംപുരിയെ പോലെയുള്ള ഭയങ്കര അതാണ് എപ്പോഴും. ഇപ്പോൾ ഈ റിമിറ്റോമയുടെ കാര്യം പറഞ്ഞാൽ റിമിറ്റോമ പോലെ മറ്റേത് നമ്മൾ ഓംപുരി സാറിനെ പോലെ ഒരാൾ പറഞ്ഞാൽ, അതായത് പറയാൻ പോകുന്ന കണ്ടന്റ് കുറച്ച് സൂപ്പർ നാച്ചുറൽ സംഭവമൊക്കെ ആണ്ട് അത് പറയുന്ന വ്യക്തിക്കും പെർഫോമൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഓംപുരി സാറിനെ പോലെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അസീബ് അനീഫാണ് ആ പ്രോജക്റ്റ് പ്രൊഡ്യൂസറെന്ന്. അന്നുമല്ല, പടത്തിൻ്റെ പ്രൊഡ്യൂസർ അസീബ് അനീഫും നൗഷാദ് ആലത്തൂരാണ്. അങ്ങനെ അസീബിക്ക 7 ആർട്സ് സുജികുമാർ സാർ വഴി ബോംബെയിൽ ഓംപുരി സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പം അന്ന് പുള്ളി ഹോളിവുഡ് പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വിജയകുമാർ സാറാണ് വിളിച്ചു തരുന്നതും. അതിന് ശേഷം ഞാനും അപ്പോൾ പുള്ളി പറഞ്ഞതിൽ ഞാനിപ്പോൾ ഇനി റീജിയണൽ ലാംഗ്വേജിൽ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ അവിടെ ഇത് ഷെഡ്യൂളാണല്ലോ, ഓരോ ഇത്ര മാസത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സാറിനെ കണ്ടിട്ട് കഥ പറഞ്ഞു. നമുക്ക് അറിയാവുന്ന ലാംഗ്വേജും പരിപാടിയൊക്കെ വെച്ചിട്ട് കഥ പറഞ്ഞു, ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കഥ പറഞ്ഞ് പുള്ളിക്കത് ഇഷ്ടപ്പെട്ട് കഥ പറഞ്ഞ് ഓക്കെ വിൽ ഡു എന്ന് പറയാണ്. അതൊരു വല്ലാത്ത മനുഷ്യനാട്ടോ. ഡൗൺ ടു എർത്ത് മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് സത്യത്തിൽ ഓംപുരി സാർ ഷൂട്ടിങ്ങിന് വരുന്നതിന് നല്ല ടെൻഷനുണ്ട്. അപ്പം പുള്ളി ഏതൊക്കെയോ റേഞ്ചിൽ വമ്പൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഹോളിവുഡ് പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളി എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പുള്ളിയോട് ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്ന് ഫസ്റ്റ് ഡേ തന്നെ വന്നു. ഇച്ചിരി ലേറ്റായി മീൻസ് ഫ്ലൈറ്റ് വന്ന് അന്ന് ഇത് വരാൻ വേണ്ടിയിട്ട് പുള്ളി വന്നു പറഞ്ഞ് പുള്ളി ഓടിച്ച് പിടിച്ചിട്ട് സോറി ഐ എം ലേറ്റ്. ഞാൻ സാർ നോ പ്രോബ്ലം, വേറെ നമുക്ക് സീനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പുള്ളി പിന്നെ റെഡിയായി വന്ന് ഷൂട്ട് തുടങ്ങി ഷൂട്ട് തീരുന്നവരെ ഡയറക്ടർ നമ്മളടുത്തിരിക്കും. പുള്ളി ക്യാരവാനിൽ ഇടയ്ക്ക് പോവുക അങ്ങനെ പോവാന്നുള്ള ഒരു സംഭവമില്ല. അത് ഭയങ്കരമായിട്ട് നമ്മളോട് അടുപ്പമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ പടത്തിൻ്റെ പ്രൊമോഷൻ ഇങ്ങനെയാണ്, റിലീസ് ഇത്രാം തീയതി ആണെന്ന് പറഞ്ഞ് സാറിനെ വിളിച്ചപ്പോൾ ഈ 24th റിലീസാണോ? അപ്പം ഞാൻ 18 എന്തെങ്കിലും വരേണ്ടി വരുമല്ലേ നമ്മൾ എന്ന് പറഞ്ഞ് പുള്ളി പിന്നെ അത് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ബാദുഷയെ വിളിച്ചിട്ട് പറയുന്നു 19th മോർണിംഗ് ഫ്ലൈറ്റിൽ പുള്ളി വരുമെന്ന്.
അങ്ങനെ ആ ഒരു പ്രൊഫഷൻ പുള്ളി വന്ന് അതിൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഇരുന്നു. പിന്നെ അതിൽ വേറെ എനിക്ക് ഭയങ്കര വേറൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ, വന്ന് ഒരു 3-4 ദിവസം അപ്പം നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, തെങ്കാശി. അവിടുത്തെ പ്രൊഫഷൻ ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അപ്പോൾ അവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഇതിലാണ് പുള്ളിക്ക് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ഹോട്ടലാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു 3-4 ദിവസം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസം നേരെ രാത്രി 10:30 മണിക്ക് ഞാൻ ഭക്ഷണം റൂമിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോറിലൊരു തട്ട് കേൾക്കുകയാണ്. ഞാൻ ആരാണെന്ന് തുറന്നപ്പോൾ സാറ് നിൽക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കട്സ് പോകാണല്ലോ, എന്തോ അത്യാവശ്യമുണ്ട്, പോകണം, അല്ല എന്തോ ഇതുണ്ട്. അപ്പോൾ ഞാനിനി പിന്നെ പുള്ളിക്ക് കണ്ടിന്യൂസ് ഷൂട്ട് വെച്ചിരിക്കുക, അത് അങ്ങനെ ആയിരിക്കാം. പുള്ളി ഇല്ല, ഞാൻ എത്ര ദിവസമായി വന്നിട്ട് ഡയറക്ടർ റൂമിൽ ഇതുവരെ വന്നില്ലല്ലോ, നിങ്ങളൊക്കെ എന്ത് ഇവിടെ വന്ന് താമസിക്കുന്നത്, എന്നെ എന്തിനാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ പുള്ളി ബാദുഷയെ പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. പുള്ളി ഇവിടെ നേരെ പുള്ളി എൻ്റെ തൊട്ടപ്പുറത്ത് 2 റൂം അപ്പുറത്ത് അവൈലബിൾ റൂമിലേക്ക് കയറിയിട്ട് അന്ന് പോലും പുള്ളി നമ്മുടെ കൂടെ താമസിക്കുക. ഞാൻ എന്നെ എന്തിനാണ് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു നമ്മുടെ ആൾക്കാർ വലിയ ഹോട്ടൽ എന്തുകൊണ്ട് താമസിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാണ്. ഇതൊരു ഞാനൊരു ആണെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി താമസിച്ചോളാം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവരൊക്കെ ഈ പറഞ്ഞ കണക്ക് നാടകത്തിൻ്റെ ഇതൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര ഇതാണ്. ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സാറാണ്, ഓമ്പര് സാറാണ്. ഞാൻ സാർ എന്താണ് ഭയങ്കര വെയിലത്ത് നിൽക്കുന്നല്ലോ, ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഭയങ്കര ഒരു മനുഷ്യനാണ് അത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം. കാരണം അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നു പറഞ്ഞാൽ അടുത്ത പടത്തിന് ഞാൻ വരും, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ, നല്ല ടീമാണ്, നല്ല ഡയറക്ടറാണ്, നല്ല ടീമാണ്, ഞാൻ ഉണ്ടാവും. അന്ന് പോയപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത പടത്തിലെ ഡേറ്റ് വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. പിന്നീട് നമ്മൾ മരണ വാർത്തയാണ് അറിയുന്നത്. അതൊരു വലിയ നഷ്ടമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. മാത്രമല്ല മലയാളത്തിൽ നമ്മളാണ് പുള്ളി ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേറൊരു കൊമേഴ്ഷ്യൽ ടൈപ്പ് സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള. അദ്ദേഹം പിന്നെ ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഡയലോഗ് ഇപ്പോൾ പഠിച്ച് പുള്ളി ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ട് പറയും. ഡബ്ബിങ് മാത്രം പുള്ളിയുടെ ആ ഒരു വോയിസിന് നമുക്കന്ന് മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കേണ്ടി വന്നു, കാരണം ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ശോഭിത്തലനാണ് ഡബ് ചെയ്തത്. നമുക്ക് എപ്പോഴും ഇപ്പോഴും കേൾക്കുന്നതാണ് ഈ പ്രകാശ് രാജിനെ കുറിച്ച്. വലിയ പ്രശ്നക്കാരനാണ്, സമയത്ത് വരത്തില്ല, കാശ് എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ 2 പടത്തിലാണ് അവരെ ചാൻസിൽ അഭിനയിച്ചു, പിന്നീട് പിന്നെ വരാൽ അഭിനയിച്ചു. അങ്ങനെ പ്രശ്നക്കാരനാണോ ശരിക്കും? ഒരു പ്രശ്നമില്ല, എൻ്റെ അനുഭവത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതേപോലെ ഷൂട്ട് മുമ്പ് കണ്ട അതും ഇതുപോലെ അവിചാരിതമായിട്ടാണ് പ്രകാശ് രാജ് സാറും ആ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ആക്ച്വലി ഈ അരവിന്ദ് സ്വാമിയാണ് ആ ക്യാരക്ടർ ആ ചാൻസിൽ ചെയ്യാൻ വേണ്ടിയിരുന്നത്. സംസാരിച്ചല്ല, ഞാൻ പുള്ളിയുടെ കൂടെ 2-3 ദിവസം പോയി ഇരിക്കുകയും ചെയ്തു. ഞാനും ജയറാമേണ്ണനും കൂടെ അരവിന്ദ് സ്വാമി പോയി കണ്ടു, കഥ പറഞ്ഞു, ഡീറ്റെയിൽ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം ഞാനും അരവിന്ദ് സ്വാമി മാത്രം പുള്ളിയുടെ വീട്ടിലൊരു ഫുൾ ഡേ ഇരുന്നു. പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആളാണ്. പുള്ളി ഈ സ്ക്രീൻ പ്ലേയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വരെ പുള്ളി നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ പടത്തിനകത്ത് തന്നെ അരവിന്ദ് സ്വാമി പറഞ്ഞ ചില സാധനങ്ങളിനകത്ത് പോയിട്ടുണ്ട്. ഭയങ്കര അങ്ങനെ എൻ്റെ ഒരു ഷൂട്ടിന് ഒരാഴ്ച മുമ്പ് വരെ അരവിന്ദ് സ്വാമിയാണ്, 1-2 മുമ്പ് വരെ അരവിന്ദ് സ്വാമിയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് ആ ഒരു സമയത്തത് ചെയ്യാൻ പറ്റാത്തതായ ചില സംഭവങ്ങൾ വന്നുപെട്ടു. അതിനൊരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം, അത് 2-3 ലാംഗ്വേജിൽ വരുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങൾ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവം വന്നു. പിന്നെ നമുക്ക് ഷൂട്ട് അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, പുള്ളി അത് മാനേജ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂള് ഒന്ന് മാറിപ്പോയി. ഷെഡ്യൂൾ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഡേറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡേറ്റ് ആയിപ്പോയി. കാരണം ഇതൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അന്ന് ജയറാമേട്ടന് നല്ല തിരക്കുള്ള സമയമാണല്ലോ. ആ ഡേറ്റും അരവിന്ദ് ഡേറ്റുള്ള വന്നപ്പോൾ പിന്നെ ആര് ചെയ്യും? അതൊരു മെയിൻ ക്യാരക്ടറാണല്ലോ, ഒരു ഹീറോയാണ് ആ പടത്തിലെ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് എൻ്റെ ഹീറോ. അതെ. അങ്ങനെയാണ് പിന്നെ പ്രകാശ് രാജ് സാറിലേക്ക് എത്തുന്നതും. പ്രകാശ് രാജ് സാറിൻ്റെ അടുത്ത് പോയി പറയാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ പുള്ളിക്കും ഇല്ല, പുള്ളി വേറെ ഒരു ഷൂട്ടിൽ. അപ്പോഴും ഈ ഫോണിലാണ് ഇതിൻ്റെ കഥ. ഞാൻ ഫോണിലാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ പുള്ളി അന്ന് വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞു, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ, ഡേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഡേറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ആയിരുന്നു, പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു വന്നു.
ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമില്ലാത്തൊരു ആർട്ടിസ്റ്റായിട്ട്. ഈ ആൾക്കാർ പറയുന്നത് പുള്ളിയുടെ അടുത്ത് വളരെ പ്രൊഫഷണലായിട്ട് വളരെ നീറ്റായിട്ട് നിൽക്കുന്നെങ്കിൽ പുള്ളി അതിൻ്റെ ഇരട്ടിയാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര അടുപ്പമായി. പിന്നീട് വേറൊരു പ്രൊജക്റ്റ് സാറുമായിട്ട് നമ്മൾ തമിഴിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ വരാനിലേക്ക് മുഖ്യമന്ത്രി കഥ പോലും പറഞ്ഞില്ല. ഞാൻ വിളിച്ചിട്ട് എന്നാ സാർ ഉങ്ക പടം ഡേറ്റ് മറ്റും സൊല്ലുങ്ക എന്ന് പറഞ്ഞു. കാരണം പുള്ളി അത്രയും കഥ കേട്ടിട്ട് വളരെ സെലക്റ്റീവായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഒരു കഥ പോലും കേൾക്കാതാണ് വരാനില്ല. ഇനിയിപ്പോൾ ഒരു പടത്തിന് വിളിച്ചാൽ പോലും സാർ വരും. പല പടങ്ങൾക്കും ഒരു ഹിന്ദി പടം എനിക്കൊരു പ്രൊജക്റ്റ് ഇങ്ങനെ റെഡിയായി. അതായത് നമ്മൾ ഈ ഉടുമ്പം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിന്ദി റീമേക്ക് ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. അതിൻ്റെ ഒരു ലൊക്കേഷനുകളിൽ അതിൻ്റെ അത്യാവശ്യം കാസ്റ്റിംഗ് പരിപാടികളിലേക്ക് എത്തി. അപ്പോൾ അതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടർ ഇവിടെ നമ്മുടെ ഹരീഷേട്ടൻ ചെയ്ത ക്യാരക്ടർ പ്രകാശ് രാജ് സാറാണ് ഹിന്ദിയിൽ ചെയ്യുന്നത്. ആ പുള്ളി ഡേറ്റൊക്കെ നിന്ന് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഈ ഹെൽത്ത് വിഷയം വന്നു. പിന്നെ എനിക്കൊരു ഒരു വർഷം കംപ്ലീറ്റ് ഇതിന് തന്നെ വേണ്ടി സർജറി കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം ഡയാലിസിസ്, ഒരു വർഷം സർജറിക്ക് വേണ്ടി വന്നു, 6 മാസം റെസ്റ്റ് വന്നു. അതിന് മുമ്പ് ഒരു 6 മാസം ഇത് റെഡി ആവാൻ വന്നു. അങ്ങനെ 2 വർഷം ഒറ്റയടിക്ക് അങ്ങ് പോയത്. കാരണം ആ പ്രോജക്റ്റിൻ്റെ ഡേറ്റും സംഭവങ്ങളൊക്കെ മാറിപ്പോയി. അതിപ്പോഴും നടക്കും. അതിൻ്റെ വീണ്ടും ഒന്നേന്ന് പ്ലാൻ ചെയ്യണം. അതിലും പ്രകാശ് രാജ് സാറായിരുന്നു. അതിലും ത്രൂ ഔട്ട് ആ ക്യാരക്ടർ വേറെ ഇതുപോലെ ഇവിടെ വേറൊരു സഞ്ജയ് മൂസം എന്ന് പറഞ്ഞ റൈറ്ററാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ എഴുതിയ റൈറ്ററാണ്. അപ്പോൾ പുള്ളിയാണ്. അപ്പോൾ അതിനെ വേറെ രീതിയിൽ കഥ ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ മെയിൻ സംഭവമായിട്ട് വരുന്നത്. അന്ന് ഈ പറഞ്ഞ ആ പ്രൊഡ്യൂസറും നമ്മൾ പോയി കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ് അന്ന് പുള്ളി കഥ കേട്ടില്ല, വിശ്വാസമാണ് ചെയ്യാനുണ്ടെങ്കിലല്ലേ എന്നെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ അത് നമ്മൾ പുറത്തു കേൾക്കുന്ന കഥകളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 സിനിമയിൽ അഭിനയിച്ച് വളരെ പ്രൊഫഷണലായിട്ട് ഒരു ദിവസം പോലും നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോ ഈ സൈഡിലോ പുള്ളിയെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പറയുന്ന കഥകൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പം അദ്ദേഹത്തിന് കംഫർട്ട് അല്ലാത്ത പുള്ളിക്ക് കംഫർട്ടബിൾ അല്ലാത്തതായിരിക്കാം. ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് നമുക്ക് പറ്റുന്ന താരങ്ങളെ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ വിരുന്നിൽ പോലും അർജുനാണ്. അല്ലെങ്കിൽ ഒരുപാട് അന്യഭാഷാ നടന്മാർ താങ്കളുടെ സിനിമയിൽ വരുന്നുണ്ട്. പ്രകാശ് രാജും എല്ലാവരും. ഇപ്പം പിന്നെ ഇത് രമ്യകൃഷ്ണൻ അടക്കം അഭിനയിച്ചു. പക്ഷേ ഈ മലയാള സിനിമയിൽ അതിൻ്റെ ആർട്ടിസ്റ്റിനെ കിട്ടാത്തതുകൊണ്ടാണ് മറ്റ് ഭാഷയിൽ നിന്ന് പോയിക്കൊണ്ട് വരുന്നത്. മലയാളത്തിൽ അതിനെ പറ്റിയ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കാരണമല്ല. നമ്മളൊരു പ്രൊജക്റ്റ് ആക്കുമ്പം അതിനൊരു റീച്ച് സൗത്ത് ഇന്ത്യ മൊത്തം അതിൻ്റെ ഒരു റീച്ച് കിട്ടാനും പിന്നെ അതേപോലത്തെ ഇപ്പം പലതും ഇപ്പം ഈ അർജുൻ സാറ് ഞാനുമായിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ബന്ധമാണ്. പുള്ളി 15-ലധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ്. നമ്മളൊരു ഷോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലെൻസ് ഇടുമ്പോൾ പുള്ളിക്ക് അറിയാം ഇതെന്താണെന്ന്. അത്രയ്ക്ക് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അദ്ദേഹമാണ്. ഇപ്പോൾ ഒരു പടം പുള്ളി തന്നെ ഇപ്പോൾ അനൗൺസ് ചെയ്തായിരുന്നു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം ഞാൻ ഗോഡ് ഗ്രേസ് അത് വരും വർഷങ്ങളിലായിരിക്കും നടക്കുന്നത്. ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ്. അദ്ദേഹം തന്നെ ഇവിടെ വന്നപ്പോൾ അത് അനൗൺസ് ചെയ്തു. പുള്ളി വിരുന്നിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നപ്പോൾ മീഡിയയിൽ വെച്ച് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാനോ അയ്യോ ഇത് പറയണ്ടായിരുന്നല്ലോ, കാരണം ഇതൊക്കെ ആൾക്കാർക്ക് സിനിമയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ അർജുൻ ഇപ്പോൾ ഓംപുരിയെ പോലെ ഒരാളെ ആഗ്രഹിച്ച് നമ്മൾ ഓംപുരി എടുത്താൽ അപ്പോൾ അതായത് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ ഈ പടത്തിന് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. അപ്പോൾ അർജുൻ സാറിനെയൊക്കെ പോലെ ആക്ഷൻ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ആ ഒരു ലെവൽ കൂടിയ ആളും വേണം. ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഏജ് ബേസും എന്നാൽ അതേപോലെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യണം. അങ്ങനെ അർജുൻ സാറിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്താണ് അർജുൻ സാറിനെ ഞാൻ വിളിക്കുന്നത് ഈ പടത്തിന് വേണ്ടിയിട്ട്. അത് ഹരീഷേട്ടനാണ് ആദ്യം അർജുൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് ട്രാവൽ ചെയ്യേണ്ട, ഇപ്പോൾ ഇത് കൊറോണ സമയമാണല്ലോ, കൊറോണ കഴിഞ്ഞുള്ള സമയമാണ്, കഥ എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞാൽ മതി, അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു. ഞാൻ കഥ പറഞ്ഞു. കഥ തമിഴ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഞാൻ തമിഴിലെ പ്രൊജക്റ്റിൽ തന്നെ കഥ പറഞ്ഞു. ഒരു ഇൻ്റർവെല്ലായി ഇപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ കുറച്ച് ബിസിയാണ്, കുറച്ച് ഫാമിലിയിൽ എന്തോ പരിപാടിയുണ്ട്, നാളെ ഈ സമയത്ത് ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇഷ്ടപ്പെട്ടില്ല. നമുക്കറിയാമല്ലോ പുള്ളി ഇപ്പോൾ ഒരു പകുതി കേട്ടു, നല്ല ഫ്ലോയിൽ കേട്ടോണ്ടിരുന്നാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പോയി എന്ന് വിചാരിച്ചു. ഹരീഷൻ പുള്ളി ഇല്ല, പുള്ളി നോ ആണെങ്കിൽ നോ പറയുമല്ലോ,
അങ്ങനെയില്ല, നാളെ വിളിക്കാം. പിറ്റേ ദിവസം ഞാൻ വിളിച്ചില്ല. പിറ്റേ ദിവസം സാർ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, വിളിച്ചില്ല. അടുത്ത ദിവസവും സമയമായപ്പോൾ സാർ വിളിച്ചില്ല. വൈകുന്നേരത്തെ ഒരു 7:30 സമയത്താണ് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറടുത്തും പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് സോറി സാർ 2 നാളാக വന്ന് கொஞ்சம் ரொம்ப ഓട്ടം, ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി പറഞ്ഞ് പുള്ളി ഫോണിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഓക്കെ പറഞ്ഞു. ക്ലൈമാക്സ് എൻ്റെ ടെയിൽ എൻഡിൽ എത്തുന്നതിന് മുമ്പ് ഓക്കെ പറഞ്ഞു. അതിന് പിന്നെ ഷൂട്ടിങ്ങിനാണ് വരുന്നത്. അതിന് മുമ്പ് ഒരു മീറ്റിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഷൂട്ടിന് വന്നു. പക്ഷേ നമ്മുടെ താരങ്ങളെ കുറിച്ച് കുറച്ച് കംഫർട്ട് അന്യഭാഷയിലുള്ള താരങ്ങളാണെന്നുള്ളതാണ് കുറച്ച് ഈ പറഞ്ഞത്. അല്ല, ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. മലയാള സിനിമയിലെയും പ്രൊഫഷണലായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പഴയ കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ അല്ലേ.